രാവിലെ പൗർണമിപുരത്തേക്ക് നയന വന്നു. രാമചന്ദ്രൻ നയനയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. വരൂ മാഡം, ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയ ബിസിനസ് ഇൻവെസ്റ്ററാണ് നയന മാഡം. യമനെ, നയന മാഡം നമ്മുടെ കൂടെ കുറച്ചു നാൾ കാണും. മാഡത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ശരി രാമേട്ട. യമുന ജ്യോതിയെ വിളിച്ചു. മോളെ ജ്യോതി, നയന മാഡത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. നയന മാഡത്തിന് മുറി കാണിച്ചു കൊടുക്കൂ. ജ്യോതി നയന മാഡത്തിന് മുറി കാണിച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, മാഡം രാത്രി ഇവിടെ ഒരു പാർട്ടിയുണ്ട്, മാഡം എന്തായാലും പങ്കെടുക്കണം. നയന മുകളിലേക്ക് പോയി. എന്നിട്ട് മനസ്സിലാലോചിച്ചു, ശത്രുക്കൾ 3 പേരും ഇവിടെയുണ്ട്. രാമചന്ദ്രൻ, രവീന്ദ്രൻ, രാജശേഖരൻ. ബാക്കിയുള്ളവരെ ഉടനെ കണ്ടുപിടിക്കും ഞാൻ. ജ്യോതി നയനക്ക് മുറി കാണിച്ചു കൊടുത്തു. ജ്യോതി പറഞ്ഞു, മാഡം ഇതാ മുറി, എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. രാത്രി നയനയുടെ മുറിയിൽ ഒരു സർപ്പം വന്നു. അപ്പോൾ നയന പറഞ്ഞു, നീ വന്നോ, ഞാൻ ഈ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ വീട്ടിൽ എവിടെയാണ് ആ രത്നമെന്ന് എനിക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ആ സർപ്പം പറഞ്ഞു, ശരി, അത് ഞാൻ നോക്കാം. അപ്പോൾ നയന പറഞ്ഞു, വേണ്ട, നിനക്ക് മനുഷ്യരൂപമില്ലാത്തത് കൊണ്ട് നിനക്ക് ആപത്താണ്. നിനക്കിനി 1 മാസം കൂടിയുണ്ട് മനുഷ്യരൂപം ലഭിക്കാൻ. അപ്പോൾ ആ സർപ്പം പറഞ്ഞു, ശരി. നയന ചോദിച്ചു, നീ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ആ സർപ്പം പറഞ്ഞത്, ഞാൻ സ്വർണ്ണയുടെ കൂടെയാണ് വന്നതെന്ന്. ഈ സർപ്പം നയനയുടെ സഹോദരിയാണ്. ശാപം കിട്ടിയതിനാൽ ഈ സർപ്പത്തിന് മനുഷ്യരൂപമില്ല. പൗർണമിപുരത്ത് പാർട്ടി ആരംഭിച്ചു. ഈ സമയം നയന ഗുരുദേവനെ കാണാൻ പോയി. അപ്പോൾ ഒരു പരുന്ത് വന്ന് നയനയെ ഉപദ്രവിച്ചു. ആ സമയം ഒരു പെൺകുട്ടി വന്ന് ആ പരുന്തിനെ അവളുടെ ശക്തികൾ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. നയന പറഞ്ഞു, സ്വർണേ, നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ പരുന്ത് എന്നെ കൊത്തി തിന്നേനെ. അപ്പോൾ സ്വർണ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കാട്ടിലേക്ക് വരുമ്പോൾ നീ സർപ്പമായി വരരുതെന്ന്, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ആപത്തുകൾ ഉണ്ടാകുമെന്ന്. നയന ഗുരുദേവൻ്റെ അടുത്തെത്തി. ഗുരുദേവൻ പറഞ്ഞു, നയനെ മോളെ, നീ വന്നോ, നമ്മുടെ ശത്രുക്കളെ നീ കണ്ടോ? അപ്പോൾ നയന പറഞ്ഞു, കണ്ടു, ഞാൻ കുറച്ചുനാൾ ആ വീട്ടിലുണ്ടാകും. അപ്പോൾ ഗുരുദേവൻ ഒരു ഏലസ് നയനക്ക് കൊടുത്തു. നയന ചോദിച്ചു, ഇതെന്തിനാണ്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അവരുടെ കുടുംബത്തിൽ ആ 3 പേരെയും സഹായിക്കുന്നത് ഗുരുമാതയാണ്. അതുകൊണ്ട് നിന്നെ അവർ കണ്ടാൽ എന്തായാലും മനസ്സിലാകും. അതിനു വേണ്ടിയാണ് ഈ ഏലസ്. നയന പറഞ്ഞു, ശരി, ഞാൻ പോകുന്നു. നയന അവിടെ നിന്നും പോയി. അപ്പോൾ ഗുരുദേവൻ നയനയുടെ സഹോദരിയായ ആ സർപ്പത്തിനോട് പറഞ്ഞു, ഇന്നു മുതൽ നമുക്ക് പൂജ ചെയ്യാൻ തുടങ്ങണം. ഇനി 1 മാസം കഴിഞ്ഞാൽ നിനക്ക് മനുഷ്യരൂപം ലഭിക്കും. നയന പൗർണമിപുരത്തിലെത്തി. അപ്പോൾ അവിടുത്തെ ഒരു മുറിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ശബ്ദം കേൾക്കുന്നു. യമുന അത് കേട്ട് ഭയക്കുന്നു. അപ്പോൾ യമുന ആ മുറിയുടെ മുന്നിലേക്ക് ചെന്നു. യമുന ഭയത്തോടെ ആ മുറിയുടെ വാതിൽ നോക്കി, എന്നിട്ട് തിരികെ പോയി. നയന അവളുടെ പ്രതികാരം ആരംഭിക്കുന്നു. കാണൂ വാസുകി, നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ.